പുഷ്പത്തിന്റെ ഈ അധ്യായത്തിൽ മലയാളത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ വിപ്ലവ കവിതകളുടെ വരികളുമായി നമുക്ക് മുമ്പിലെത്തുന്നു അനന്തലക്ഷ്മിയും സാന്ദ്രയും. സാന്ദ്ര, അനന്തലക്ഷ്മി ചേച്ചി വിപ്ലവത്തിന്റെ നിറം പോലെ ചുവന്ന നിറമുള്ള പട്ടുപാവാടയൊക്കെ ഇട്ട് സുന്ദരികളായി എത്തിയിരിക്കുന്നു. എന്തായാലും വളരെ നന്നായി തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഈ കവിതകൾ ചൊല്ലാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്നിൽ നിന്നാരംഭിച്ചു മഹത്താം പ്രപഞ്ചത്തിൻ ഭാസുര സങ്കൽപ്പങ്ങൾ. മാനവ പ്രയത്നത്തിൻ ചുണ്ടുകൾ എങ്ങാഹ്ലാദ ഗാനവീചികൾ നീവതവിടെ പാടുന്നു ഞാൻ. ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ അധ്വാനത്തിശത വസന്തങ്ങൾ എങ്ങെങ്ങ് വിടർന്നാലും എന്റെ ചേതനയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലി ചെണ്ടുകൾ വിരിഞ്ഞാടും. ഇല്ലെനിക്കൊരിക്കലും മരണം, ഇല്ലെനിക്കൊരിക്കലും മരണം. തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളും അടയ്ക്കാനാവില്ലെന്നെ. കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും. സഞ്ചരിക്കുകയാണ് ഞാനേവം സയൻസിന്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ടീ യുഗങ്ങളിലൂടെ. മനുഷ്യൻ സൗന്ദര്യത്തെ, സത്യത്തെ, സംസ്കാരത്തെ ഉണർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ. ഞാൻ മിഴിയടയ്ക്കുമ്പോൾ രാവുകൾ, പകലുകൾ ഞാൻ മിഴി തുറക്കുമ്പോൾ അന്വഹം വന്നെത്തുന്നു. ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങളെടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുത് നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീരവ നീലാകാശമേഖലകളിൽ നാളെ താരകേ നിന്നെ കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ. കാലമാണവിശ്രമം പായുമെന്നശ്വം, കാലമാണവിശ്രമം പായുമെന്നശ്വം. സ്നേഹജ്വാലയാണെന്നിൽ കാണും ചൈതന്യം സനാതനം. സംസ്കാര ശൈലികൾ നേടി ചരിത്രം തിരുത്തി പീഡിക്കുവാൻ വേദനിക്കുന്ന ഹൃദയങ്ങളൊന്നിച്ചു വീഥികൾ തോറും വെളിച്ചം വിതയ്ക്കവേ ആ വെളിച്ചത്തിൻ കിനാവുകൾക്കുള്ളിലെ ജീവിത സ്പന്ദങ്ങൾ ചുണ്ടുവിടർത്തവേ. ആത്മാവ് കുളിർന്നു കുളിർന്നതിൽ നിന്നുയിർക്കൊള്ളുമീ പുത്തൻ കുരുന്നുകൾ നുള്ളിക്കളയാൻ വരുന്നവരോടെനിക്കുള്ള താക്കീതിലുണ്ട് മാനിഷാദകൾ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വ
തത്വശാസ്ത്രത്തെയും. അനന്തലക്ഷ്മി, സാന്ദ്ര, പ്രായം കൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിലും വയലാറിൻ്റെ വിപ്ലവ വീര്യം തുളുമ്പുന്ന ആ നല്ല രണ്ട് കവിതകൾ സധൈര്യം ചുറുചുറുക്കോടെ ചൊല്ലി. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആലാപനം എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്ര, അനന്തലക്ഷ്മി, മാമ്പഴത്തിലൊരു പുതിയ കാവ്യാലാപന പരീക്ഷണം അല്ലേ? ഒരു കവിയുടെ രണ്ട് കവിത, ഒരു കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില വരികൾ മറ്റേ കവിതയിൽ നിന്നും അതെ, അതും വിപ്ലവം എന്ന വിഷയത്തോട് ചേരുന്ന വരികൾ തിരഞ്ഞെടുത്ത് രണ്ടുപേർ ഒരേ ലയമായി, ഒരേ ജ്വാലയായി, ഒരേ സംഘബോധത്തിൽ ഉണർന്ന് മനോഹരമായിട്ട് ആലപിച്ചു. നമ്മൾ മാമ്പഴത്തിൽ ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നടത്തുകയാണ്. കാവ്യാലാപനത്തെ എങ്ങനെ മാറ്റിക്കൊണ്ടുവരാം. ഈ പ്രായത്തിൽ നിങ്ങൾ അതിനോട് വളരെ വളരെ സർഗാത്മകമായിട്ടാണ് സഹകരിക്കുന്നത്. വയലാർ രാമവർമ്മ മനുഷ്യനെ ഉജ്ജ്വലമായി നിർവചിച്ചൊരു കവിയാണ്. ശരിക്കും മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം. നവോത്ഥാന കാലത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു മനുഷ്യൻ. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാൽ അറിയാതായി ഇന്ന്. അതും വയലാർ തന്നെ പറഞ്ഞതാണ്. ആയിരം മാനവഹൃദയങ്ങൾ ആയുധപ്പുരകളായി. മനുഷ്യനെ കാണാനില്ല, നാനാജാതിക്കാരായ കുറേ ജീവികളെയാണ് കാണുന്നത്. ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ തളരാത്ത യുഗങ്ങളിൽ കൂടി പോരാടി കയറി വന്ന അജയ്യ നിശ്ചയദാർഢ്യത്തിൻ്റെ വിപ്ലവ ശക്തിയാണ് മനുഷ്യൻ. അത് നിങ്ങൾ അറിയണം. ഈ കാലം അത് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ മനുഷ്യൻ്റെ പതാക ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികളെയും വളരെ അഭിമാനപൂർവ്വം നെഞ്ചിലേറ്റുന്നു. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. വളരെ നന്നായി എൻ്റെ മകൻ. ഇങ്ങനെ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അല്ലേ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. കൊള്ളാം. രണ്ടുപേരും ഈ വരികൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ അന്വർത്ഥമാണ്, സാന്ദർഭികമായി വളരെ മനോഹരം. പിന്നെ സാന്ദ്ര ചൊല്ലി വന്നപ്പോൾ അങ്ങ് നിന്നുപോയി. എനിക്ക് കുറച്ചുകൂടെ കേൾക്കണമെന്നുണ്ടായിരുന്നു. സത്യത്തിൽ കുറച്ച് കുറഞ്ഞു പോയി കേട്ടോ. സാന്ദ്ര ചൊല്ലിയതിൻ്റെ അളവ് കുറഞ്ഞു. പക്ഷേ കുറച്ചുകൂടെ കേൾക്കണമെന്ന് തോന്നി. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബ്ലെൻഡ് വളരെ നല്ലത്. അതിൽ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയത് സാന്ദ്രയുടെ ചലനങ്ങളാണ്. പിന്നെ ഒരു യവന രാജകുമാരിയുടെ ശൈലിയിലുള്ള ഈ കൈയും ശരീരവും. മോക്ക് അനന്തലക്ഷ്മിക്ക് ചൊല്ലുന്നതിനാവശ്യമായ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അതിൻ്റെ ആ വൈകാരികത ഉൾക്കൊണ്ടുകൊണ്ടുള്ള മൂവ്മെൻറ്റുകളിൽ സാന്ദ്ര വളരെ നന്നായി ശ്രദ്ധിച്ചു. അപ്പോൾ ഈ പാരസ്പര്യമാണ്. ഇപ്പോൾ ഇതൊരു ഈ എല്ലാ മത്സരങ്ങളും ഇങ്ങനെയുള്ള സാഹോദര്യങ്ങളിൽ ആണ് വന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഒരാളിനെ മറ്റൊരാൾ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് ഊർജ്ജപരമായി ഉയർത്തിക്കൊണ്ട് പോകേണ്ടതെന്നതിൻ്റെ അടയാളമായിട്ടാണ് സാന്ദ്രയുടെ ചലനങ്ങൾ. അതിന് ഞാൻ സാന്ദ്രയ്ക്ക് ഒരു കയ്യടി തരികയാണ് ആദ്യമേ കേട്ടോ. പിന്നെ രണ്ടാളും അതിമനോഹരമായിട്ട് കവിത ചൊല്ലി. അഭിനന്ദനങ്ങൾ. നവ്യമായ ഈ പരീക്ഷണത്തിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്ര മാർക്ക് ലഭിച്ചു എന്ന് നമുക്ക് വിധികർത്താക്കളോട് ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. അനന്തലക്ഷ്മിയെ പിന്തുണച്ചുകൊണ്ട് ഒരു ഉയർച്ച ഉണ്ടാക്കിയ സാന്ദ്രയ്ക്ക് ഞാൻ 50-ൽ 47 മാർക്ക് തരാം. അനന്തലക്ഷ്മിക്ക് അപ്പോൾ 50-ൽ 46 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. ഞാനും ഇതുപോലെ തന്നെ മാർക്ക് കുറയ്ക്കുന്നില്ല. സാന്ദ്രയ്ക്ക് 47, മോൾക്ക് 46. നന്ദി സർ. അനന്തലക്ഷ്മിക്ക് 100-ൽ 92 മാർക്ക് ലഭിച്ചു. സാന്ദ്രയ്ക്ക് 100-ൽ 94 മാർക്ക് ലഭിച്ചു. അപ്പോൾ ഇരുവർക്കും സന്തോഷമായി കാണും. എന്തായാലും നിങ്ങളുടെ ഈ ഒരുമ ഇനിയും ഉണ്ടാവട്ടെ. നല്ല നല്ല കവിതകൾ തിരഞ്ഞെടുത്ത് ഈ വേദിയിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ.